സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം ചെണ്ടമേള മത്സരം അത് അതിഗംഭീരമായി നടക്കുകയാണ്. ഈ ആശ്രാമത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര മുറ്റത്താണ്. അപ്പോൾ ആ ക്ഷേത്ര പരിസരത്തിൻ്റെ ഒരു ആംബിയൻസും ഈ ചെണ്ടമേളത്തിൻ്റെ ഒരു ഘോഷവും എല്ലാം കൂടെ ചേർന്ന് ഈ ആസ്വാദകർ ഇങ്ങനെ ഹരം കൊണ്ട് നിൽക്കുന്ന സമയമാണ് കൊല്ലത്ത്. അപ്പോൾ അതിൽ പെർഫോം ചെയ്ത് പാലക്കാട് എത്തിയ ടീമാണ്. കഴിഞ്ഞ തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ എ ഗ്രേഡ് കിട്ടിയ സംഘമാണ്. പാലക്കാട് ഭാരത് മാതാ സ്കൂളിലെ മിടുക്കന്മാരും മിടുക്കികളുമുണ്ട്. ഇതിൻ്റെ അകത്ത് 3 മിടുക്കികളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആദ്യമായിട്ടൊന്നുമല്ല ചെണ്ടമേളത്തിൽ പെൺകുട്ടികൾ വരുന്നതെങ്കിൽ പോലും ഇവരുടെ ഒരു പെർഫോമൻസ് എല്ലാവർക്കും വല്ലാതെ ഇഷ്ടപ്പെടുന്നത് കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ന്യൂസ് 18 പ്രേക്ഷകർക്ക് വേണ്ടി ഇവരെ കൊണ്ടുവന്നത്. അപ്പോൾ ഭാരത് മാതാ ടീമിൻ്റെ മേളപ്രമാണി അവിനേഷ് അല്ലേ? അവിനേഷ്, ന്യൂസ് 18 വേണ്ടി ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റുമോ? തകർക്കില്ലേ? സ്റ്റേജിൽ പെർഫോം ചെയ്തത് അതേ ഊർജ്ജത്തിൽ മാക്സിമം. ഓക്കെ, റെഡി? ശരി, അപ്പോൾ നമുക്ക് ഇവിടെ പെർഫോമൻസിലേക്ക് പോവാം. എൻ്റെ അമ്പോ ഇതായത് ഈ ചെണ്ടമേളം അത് നിങ്ങൾ അതിഗംഭീരമായിരുന്നു. 5ാം കാലമാണ് കൊട്ടിയത് അല്ലേ? അപ്പം ഇത് ഏറ്റവും എനിക്കൊരു കൗതുകം തോന്നിയത് ഈ കുഴല് കൊമ്പ് ഈ 2 പെൺകുട്ടികൾ
ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഇത് കുഴലും കൊമ്പുമാണെന്ന് തോന്നുന്നു. അത് 2 പെൺകുട്ടികളെ ഏറ്റെടുത്തത് വലിയ ഇതായി തോന്നുന്നു. ഇതിൽ ഞാൻ ആദ്യം ഈ കുഴലൂതിയ പെൺകുട്ടി എടുത്ത് പോട്ടെ. എന്താ പേര്? ആതിര. ആതിരയ്ക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ട് കേട്ടോ. തൊട്ട് ബാക്കില് വലന്തല എന്നല്ലേ പറയാ, വലന്തല വെട്ടിയ പേര് അതുല്യ. ഈ 2 പേരും എങ്ങനെയാ ഈ താല്പര്യം വന്നത്? എങ്ങനെയാ? സെലക്ഷൻ വിളിച്ചു. ഓക്കെ. ഈ കുഴലെടുക്കാനുള്ള കാരണം എന്താ? ആണോ? അതായിരുന്നു ഇഷ്ടമല്ലേ? ശരി. ഞാൻ ഇനി ബാക്കിൽ ഇലത്തളം കൊട്ടിയ ആളുടെ പേര് അനന്തകൃഷ്ണൻ. എത്ര നാളത്തെ പ്രാക്ടീസാ? പ്രാക്ടീസ് സബ് ജില്ലാ കലോത്സവം ജൂലൈ ലാസ്റ്റ് ആയിട്ടാണ് നടന്നത്. അപ്പം മുതൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. ഈ വെക്കേഷൻ ഫുള്ള് പ്രാക്ടീസ് ചെയ്തു. എല്ലാ ആശാമാര് അവരുടെ പരിപാടി പോലും മിസ്സാക്കി ഞങ്ങൾക്ക് വേണ്ടി പ്രാക്ടീസിന് വേണ്ടി വന്ന്. ഓക്കെ. കഴിഞ്ഞ പോലെ ഞങ്ങൾ സ്റ്റേറ്റ് മത്സരിച്ച ടീമാണ്. ഓക്കെ. കിട്ടി. ശരി. അപ്പോൾ ആശാമാരെ പറ്റി ശിഷ്യന്മാർക്ക് ഭയങ്കര ആശാമാരെന്ന് വന്നേ. ആശാമാരെ നിൽക്ക്. ഞാൻ അപ്പോഴേക്ക് ഈ വിനോദേട്ട, ഞങ്ങളുടെ ക്യാമറമാനാണ് വിനോദേട്ട, നമ്മുടെ ഈ കുഴലൂതിയ കൊമ്പൂതിയ പേരെന്നോടും പറഞ്ഞേ? നേഹ. ആദ്യം അങ്കിളേന്ന് വിളിച്ചു, അതുകൊണ്ടാണ്. നേഹ, ഇത്രയും ശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? അറിയില്ല. പ്രാക്ടീസിനോട് നമുക്ക് എല്ലാം നേടിയെടുക്കാലോ. അത് കാരണം ആശാനുള്ള കാരണം എനിക്ക് ധൈര്യമുള്ള. ഈ ആശാനാണോ പിന്നെ കൊമ്പിന്റെ ആള്? ആണോ? ഈ കൊമ്പ് പെൺകുട്ടികൾ ചെയ്യുന്നത് അത്യപൂർവല്ലേ? അപൂർവമാണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ കൊമ്പിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒരുപാട് പെൺകുട്ടികൾ കൊമ്പൂത്ത് പഠിച്ചിട്ടുണ്ട്. അതായത് പ്രൊഫഷണലായിട്ട് കൊമ്പൂത്തിന് പെൺകുട്ടികൾക്ക് സാധ്യത കുറവാണ് വെച്ചാലും അത്യാവശ്യം പെൺകുട്ടികൾ ഇപ്പോൾ കൊമ്പൂത്ത് പഠിക്കുന്നുണ്ട്. ഈ കൊമ്പ് ഊതുമ്പോൾ ഏറ്റവും പ്രധാനം ഈ ശ്വാസം നിയന്ത്രിക്കുക എന്നുള്ളൊരു ഘട്ടമുണ്ടല്ലോ, അത് വളരെ പെട്ടെന്ന് പ്രാക്ടീസിൽ നടക്കുന്നതാണോ? അത്രയല്ല, എന്നാലും കഠിന പ്രയത്നം കൊണ്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത്. വൻ ഡയലോഗ്. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നു പുള്ളിക്കാരി? അതെ. നമ്മളത് ഈ 3ാമത്തെ പ്രാവശ്യമാണ് സെലക്ഷന് വരുന്നത്. മൂന്നാമത്തെ നമ്മൾ സെലക്ഷൻ കൊടുത്തു, ഡയറക്റ്റ് സെലക്ഷൻ കൊടുത്തു. അങ്ങനെ നമ്മൾ ടീമിലേക്ക് എടുത്തു. പക്ഷേ കുഴപ്പമില്ല, നന്നായി. ആശാന്റെ പേര്? എന്റെ പേര് ഹരി എന്ന് പറയും. ഓക്കെ. അപ്പൊ മറ്റു ആശാന്മാരെ കൂടി പരിചയപ്പെടാം. ആശാന്റെ പേര്? കല്ലേപ്പള്ളി സതീശൻ. ഓക്കെ. ഏതിലാണ് വൈദഗ്ധ്യം? കൂടുതൽ ചെണ്ടയും തിമിലയും. ഓക്കെ. ഇവരെങ്ങനെ ഉണ്ടായിരുന്നു ഇതില് തിമില കൈകാര്യം ചെയ്തവരൊക്കെ? ചെണ്ടയാണ്, തിമിലല്ല. പഞ്ചവായത്തിലാണ് തിമില. ചെണ്ടമേളം. ഇയാള് തായ്മ കൂട്ടുന്ന ആളാണ്. ഇദ്ദേഹം തായ്മ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മേളം കൈകാര്യം ചെയ്യുന്നുണ്ട്. ബാക്കി 1-2 ആൾക്കാർ വെച്ച് ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ്. അതെ. ഓക്കെ. ആശാന്റെ പേര്? എൻ്റെ പേര് ഓലശ്ശേരി രാമദാസ്. കുറുങ്കുഴൽ പഠിപ്പിച്ച. ഓക്കെ. ഈ പറഞ്ഞ പോലെ കൊമ്പ് പറഞ്ഞ പോലെ തന്നെ കുഴലിലും ഈ പറയുന്ന ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം? തീർച്ചയായും അത് യാദൃശ്യമായിട്ടാണ് കുട്ടി വരുന്നത് തന്നെ. ഒരു കുട്ടിയുടെ ഒരു ഒഴിവിലേക്കായിരുന്നു പരിഗണിച്ചിട്ടിരുന്നത്. അതൊരു ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ. വളരെ നല്ല രീതിയിൽ ആ കുട്ടി പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീ എന്നുള്ള ഒരു ഐശ്വര്യമാണ്. അപ്പോൾ ഏതൊരു നമ്മൾ വിഭാഗമായാലും ചെണ്ടമേളത്തിന് അധികമൊന്നും പെൺകുട്ടികളെ കാണാറില്ല. അതിൽ നിന്നൊരു വ്യത്യസ്തത ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളുടെ 3 ആശാന്മാരുടെയും തീരുമാനം പ്രകാരമാണ് ഇങ്ങനെയൊരു സെലക്ഷൻ തന്നെ വന്നത്. അവരും സെലക്ട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമായില്ല, ആ കുട്ടികൾ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ട് മാത്രമാണ് ഇവർ 3 പേരെയും സെലക്ട് ചെയ്തത്. ഞങ്ങൾ 3 പേരും കൂട്ടായ ഒരു പരിശ്രമം. കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് വിന്നേഴ്സും കൂടെയാണ് ഇവർ. കഴിഞ്ഞ വർഷം പിന്നെ 3 പേരുടെ ഒരു പ്രത്യേകത, ആരും ജന്മന അല്ലെങ്കിൽ അവരുടെ തലമുറയിൽ ആരും അങ്ങനെ ഒരു ചെണ്ടമേളം ഇതേ ഇല്ല. ഞങ്ങൾ 3 പേരും കൂടെ പഠിപ്പിച്ചിട്ടാണ് അവർ ഈ ഒരു രീതിയിലേക്ക് ആക്കിയിരിക്കുന്നത്. ആശാന്മാരുടെ ഒരു കഠിന പ്രയത്നമുണ്ട്, ഒപ്പം ഈ കുട്ടികളുടെ കഠിന പരിശീലനവും. അപ്പൊ എന്താണെങ്കിലും എ ഗ്രേഡ് ആയിട്ട് തന്നെ ഇത്തവണ തിരികെ പോലെ ഒരു ഉറപ്പല്ലേ? ഉറപ്പാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഭാരത് മാതാ പാലക്കാട് എന്നുള്ള ഭാരത് മാതാ സ്കൂളിന് വീണ്ടും എ ഗ്രേഡുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറാമാൻ വിനോദ് കുമാറിനോടൊപ്പം എൽദോപ്പോൾ പുതുശ്ശേരി, ന്യൂസ് 18.